ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ഹോളി. അപ്പോൾ ഇന്ന് ഹോളിയാണ്. കണ്ടോ, ഞാൻ വെള്ളയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഒരു ഹോളി സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പോവാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു സ്ഥലം. ഞങ്ങളവിടെ എത്തി. നല്ല തിരക്കായിരുന്നു കേട്ടോ. റോഡ് സൈഡിലൊക്കെ നിറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് പിള്ളേരൊക്കെ വരുമായിരുന്നു. നിറച്ച് കോളേജ് പിള്ളേർ, ഇങ്ങനെ സ്കൂൾ കോളേജ് പിള്ളേരുകളൊക്കെ ആയിരുന്നു കേട്ടോ കൂടുതലും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ്, കുറച്ച് എക്സൈറ്റഡ് ആണ്, കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ സംഭവങ്ങളൊക്കെ ഈ ട്രൈപ്പാടും കൊണ്ടൊക്കെ പോകണോണ്ട് കുറച്ച് ഇതായിരുന്നു. ആരെങ്കിലൊക്കെ ഇങ്ങനെ എന്താ നോക്കുമോന്ന് എനിക്കങ്ങനെ സ്റ്റെയർ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ചമ്മല് പോലെയാണ്. ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ അത്. അങ്ങനെ അപ്പോൾ നമുക്ക് ഗേൾസിന് അവിടെ എൻട്രി ഫ്രീ ആയിരുന്നു. ബോയ്സിന് എന്തോ 300 rupees ആയിട്ടായിരുന്നു കേട്ടോ എൻട്രി. അവർ ലോക്കലി നടത്തുന്നത് കൊണ്ട് റേറ്റൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. അവിടെ അടിപൊളിയായിട്ട് DJ ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്. കാരണം എല്ലാം ഹോളിയിൽ നമ്മൾ ഹോളി ആകുമ്പോൾ വൈറ്റിലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാനും ഒരു പുതിയ ടോപ്പൊക്കെ വാങ്ങി വെറുതെ നശിപ്പിക്കും. നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് ഹോളിയിൽ അത് ഉപയോഗിക്കാം. കാരണം വൈറ്റ് ആയതുകൊണ്ട് തന്നെ കളറായ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. എത്ര നമ്മൾ അലക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. അപ്പോൾ അടിപൊളിയായിട്ട് അവിടെ തുടങ്ങിയിട്ടോ. ഞാനിപ്പോഴേ നല്ല എക്സൈറ്റഡ് ആണ് കളിക്കാനൊക്കെ ആയിട്ട്, ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട്. നോക്കാം. നിങ്ങൾ അവിടെ ഹോളിയൊക്കെ ആഘോഷിച്ചോ? ഇവിടത്തെ അത്രയൊന്നും ഉണ്ടാവില്ല എന്നറിയാം. പക്ഷേ ഇതിനേക്കാളൊക്കെ നന്നായിട്ടൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. ഗോവയിൽ അത്രക്കൊന്നുമില്ല. ഇതേപോലെ ചില ഇതൊക്കെ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ എന്തായാലും രസമാണല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലൊക്കെ എൻജോയ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ മഴയൊക്കെ ആർട്ടിഫിഷ്യൽ റെയിൻ ഇല്ലേ, മറ്റേ വെള്ളം സ്പ്രേ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മുടി ഇങ്ങനെ തലയൊക്കെ നനയ്ക്കാൻ അധികം താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, എല്ലാവരും കൂടിയൊക്കെ അടിപൊളിയായിട്ട് അവിടെ എൻജോയ് ചെയ്യണ കാണുമ്പോൾ നമുക്കും അങ്ങനെയൊക്കെ തോന്നും എൻജോയ് ചെയ്യാനായിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കണം കേട്ടോ. ഇപ്പൊ ഇതൊക്കെ വരാനായിട്ടാണെങ്കിൽ നമ്മൾ ഒരു ഫെബ്രുവരി മാർച്ചിലൊക്കെ ആ ഒരു ടൈമിൽ വരണം, ഹോളി ടൈമിലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ നെക്സ്റ്റ് ടൈം ഇതേപോലെ വന്ന് ഇവിടെ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറയാം, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എവിടെയാണ് നടക്കുന്നതും എത്ര രൂപയ്ക്ക് ആവും എൻട്രി ഫീസ് എന്നൊക്കെ. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നത് 500 രൂപയൊക്കെ ആയിട്ടായിരുന്നു. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കേട്ടറിഞ്ഞത് 500 രൂപയായിരുന്നു എന്നാണ്. പക്ഷെ ഇത്തവണ ഗേൾസിന് എന്തായാലും എൻട്രി ഫീ ആയിരുന്നു. പിന്നെ ബോയ്സിനും അവർ റേറ്റ് ഒക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. 300 ആയിട്ടുള്ളൂ ഒരാൾക്ക്. എന്തായാലും വർത്താണ്. കാരണം ഇത്രയും അടിപൊളിയായിട്ട് അവർ DJ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഡ്രിങ്ക്സിന്റെ കൗണ്ടർ ഉണ്ടായിരുന്നു. നമ്മളുടെ ഗോവയുടെ ലോക്കൽ ആൽക്കഹോൾ ആയിട്ടുള്ള ഉറാക്ക് ഞങ്ങൾ ട്രൈ ചെയ്തു. അതിന്റെ വീഡിയോ വരും കേട്ടോ ഇപ്പൊ തന്നെ. നല്ല സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും മിസ്സായില്ല. കഴിഞ്ഞ തവണ ഞാൻ മിസ്സായി. അഭിജിത്ത് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. എന്തായാലും ഇത്തവണ അതങ്ങോട്ട് ഇതാക്കിയിട്ടുണ്ട്. ജിത്തോടെ ഭയങ്കര ജോളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കാണ് കേട്ടോ. ഞാൻ ഈ ട്രൈപ്പോഡും വെച്ചിട്ടായതുകൊണ്ട് മര്യാദയ്ക്ക് എന്താ പറയുക, കളിക്കാൻ എൻജോയ് ചെയ്യാനും കുറച്ച് പറ്റണില്ല. കാരണം നമ്മൾക്ക് ഇതിൻ്റെ പുറകെ തന്നെ ഈ വീഡിയോസ് ഒക്കെ എടുക്കണമല്ലോ. പിന്നെ അവിടെ നന്നായിട്ട് വെള്ളം വരുന്നതുകൊണ്ട് നമുക്കാക്കി പേടിയായിരുന്നു മൊബൈലിൽ എന്തെങ്കിലും പറ്റുന്നതുകൊണ്ട്. കുറച്ച് നീക്കി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തത്. എന്തായാലും ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പണി കിട്ടി മൊബൈലിൽ. കാരണം അത്രയും വെള്ളം വീണിട്ട് സ്പ്രേ ആയിട്ട് നമുക്ക് കുറച്ച് പണി കിട്ടി. പക്ഷെ അത് നമ്മൾ കൊണ്ടുപോയി അപ്പം തന്നെ ശരിയാക്കി.
അപ്പൊ ഇനി മുതൽ ഞങ്ങൾ എന്തായാലും വെള്ളത്തിൽ മൊബൈൽ എടുക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓരോ ഫോണൊക്കെ വാങ്ങിക്കുമ്പോ എന്നിട്ട് വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഒക്കെ കണ്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷേ സംഭവം കൈ കിട്ടുമ്പോഴായിരിക്കുള്ളൂ ഇതേപോലെയൊക്കെ ഇതാകുമ്പോഴായിരിക്കും മനസ്സിലാവുക. ഞങ്ങളുടെ സ്പീക്കറിനായിട്ട് പ്രോബ്ലം വന്നത്, വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്തിട്ട് എന്തോ തരം കിറുകിറു സൗണ്ട് ആയിരുന്നു വന്നോണ്ടിരുന്നത്. അപ്പൊ തന്നെ ഞങ്ങൾ പോയി ഇവിടുന്ന് നേരെ ഞങ്ങൾ ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ മൊബൈൽ സർവീസ് സെന്ററിൽ ചെന്നിട്ട് നമ്മുടെ മൊബൈൽ ശരിയാക്കുകയാണ് ചെയ്തത്. ഒന്നാമത് ഇപ്പൊ പുതിയതായിട്ട് വാങ്ങിയ മൊബൈലും ആയിരുന്നു. അപ്പൊ കുറച്ച് ടെൻഷനും ആയിപ്പോയി ആകെ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഹോളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോ ഒരാഴ്ചയായാലും എന്താ വീഡിയോസ് ഒക്കെ ഇപ്പിടുന്നേന്ന്. ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ലോങ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് ലേറ്റ് ആവുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഒക്കെ മെർജ് ചെയ്ത് പിന്നെ അതൊക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തൊക്കെ വരുമ്പോഴൊക്കെ നല്ല ടൈം ആവട്ടോ. എനിക്കാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വീട്ടിലെ പണി ഉണ്ടാവും, അതല്ലാണ്ട് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു നേരം ആകും എനിക്ക് കിട്ടുമ്പോൾ. അപ്പൊ ആ ഒരു ടൈമൊക്കെ അനുസരിച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത്. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെ വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വാലന്റൈൻസ് ഡേന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇടുന്നതെന്ന്. എല്ലാം ശരിയാക്കുമല്ലേ. ഇപ്പൊ എനിക്ക് കുറച്ച് വർക്ക് പ്രഷറും കൂടുതലാണ്, അതുകൊണ്ട് തന്നെ മര്യാദക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ യൂട്യൂബ് തുടങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ എനർജി ഇപ്പൊ കുറച്ചും കൂടെ കുറഞ്ഞു എന്ന് തോന്നുന്നു. കാരണം വർക്ക് പ്രഷർ ഒത്തിരി കൂടുതലാണേ. അതാ. അപ്പൊ ഞങ്ങളിപ്പോ നേരെ ഇവിടുത്തെ ഉറാക്ക് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഉറാക്ക് നിങ്ങൾ ആരെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടോ? ഉറാക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഗോവയിൽ ഫെനി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫെനി ഫേമസ് ആണ് ഇവിടുത്തെ ഡ്രിങ്ക്. അതേപോലെ തന്നെ ഉറാക്ക് എന്ന് പറയുന്നത് ഈ ഫെനീനേക്കാളും മുന്നേ ഉള്ളൊരു അൺഫിൽറ്റേർഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതാണ് ഉറാക്ക്. അപ്പോൾ ഉറാക്ക് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ആ ഒരു കശുമാങ്ങിന്റെ ആ നീരിന്റെ ഒക്കെ ടേസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് അവര് സെർവ് ചെയ്യുന്നത് തന്നെ ലൈമും പിന്നെ നമ്മുടെ പച്ചമുളകൊക്കെ വെച്ചിട്ടൊക്കെ അതിനകത്ത് ഇതാക്കിയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് കശുമാങ്ങ അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഫെനിയും അധികം ഇഷ്ടമല്ല, ഈ ഉറാക്കും ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഫസ്റ്റ് സിപ്പൊക്കെ ഒന്ന് ആ ഒരു കുടിപ്പിൽ തന്നെ നമുക്ക് എന്തോ ഒരു കിടിക്കണൊക്കെ പോലെയൊക്കെ തോന്നും. അപ്പോൾ നിങ്ങൾ ഉറാക്ക് ആരെങ്കിലും ട്രൈ ചെയ്യാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യാൻ വേണം കേട്ടോ. ഉറാക്ക് നല്ലതാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി താല്പര്യമില്ല എന്ന് വെച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയാണേ. നല്ല പച്ചമുളകൊക്കെ ഇട്ടൊക്കെ അങ്ങോട്ട് നല്ല രസമാണത്. ഞാനും ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഗോവ റിലേറ്റഡ് വീഡിയോസിനൊക്കെ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും പിന്നെ എന്താ പറയുക എല്ലാവർക്കും ഇത് എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, അവരോട് കാണാൻ പറയണം, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ പറയണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ അവർ ഗോവയിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനേക്കാളൊക്കെ നല്ല അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ടൈം വരാം കേട്ടോ.